Myself, I'm Faaiz. I'm from AIIMS Nagpur. So, നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്താണ്? റൊട്ടേഷണൽ മോഷൻ. ഓക്കെ, റൊട്ടേഷണൽ മോഷൻ പാർട്ട് 1. ഡയറക്ട്ലി ടോപ്പിക്കിലേക്ക് കടക്കാണ്. ട്രാൻസ്ലേഷൻ വേഴ്സസ് റൊട്ടേഷൻ. സി, സപ്പോസ് എൻ്റെ അടുത്തൊരു ഫുട്ബോൾ ഉണ്ട്, ഞാൻ അതിനെ കിക്ക് ചെയ്തു. ഓക്കെ, കിക്ക് ചെയ്ത ബോൾ എന്ത് ചെയ്യും? ഉരുണ്ട് റൈറ്റ് യെസ് ഇങ്ങെത്തുമല്ലോ. സോ അതിനർത്ഥം എന്താണ്? യെസ്, ബോളിന് ട്രാൻസ്ലേഷനും ഉണ്ട്, എന്തുകൊണ്ട്? റൊട്ടേഷൻ ഉണ്ട്. ഓക്കെ, ട്രാൻസ്ലേഷനും ഉണ്ട്, റൊട്ടേഷനും ഉണ്ട്, റൈറ്റ്. പക്ഷെ സീലിംഗ് ഫാൻ എടുത്താലോ, അതിന് റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാൻ പോകുന്നത് പ്യുവർ റൊട്ടേഷനെ കുറിച്ച് മാത്രമാണ്. ഓക്കെ, പ്യുവർ റൊട്ടേഷനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ. ഓക്കെ, കിനമാറ്റിക്സ് ഓഫ് റൊട്ടേഷണൽ മോഷൻ പറയുമ്പോൾ, സപ്പോസ് ഒരു റൊട്ടേറ്റിംഗ് ബോഡിയിൽ എല്ലാ പാർട്ടിക്കിൾസിനും എന്തായിരിക്കും? സി, സപ്പോസ് ഇതാണ് റൊട്ടേറ്റിംഗ് ബോഡി എന്ന് വിചാരിച്ചു. സി, സപ്പോസ് പോയിന്റ് പി സി ടി ടൈമിൽ ഇവിടെ എത്തുന്ന വിചാരിച്ചു, തീറ്റ ആംഗിൾ കവർ ചെയ്തു. അതേ സമയത്ത് തന്നെ ആ ബോഡിയിലുള്ള ഒരു പോയിന്റ് 6 അല്ലേ തീറ്റ ആംഗിൾ കവർ ചെയ്തു ടി ടൈമിൽ ഇവിടെ. ബട്ട് നോക്കി, രണ്ടാൾക്കും ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ഡിഫറെന്റ് അല്ലേ, പക്ഷെ തീറ്റ സെയിം അല്ലേ. അപ്പൊ നമുക്ക് പറയാം എല്ലാ പോയിന്റ്സും അല്ലെ, റൊട്ടേറ്റിംഗ് ബോഡിയിലെ എല്ലാ പോയിന്റ്സിനും എന്താണ് സെയിം തീറ്റയാണ്. പിന്നെ എന്താണ്? സെയിം ഒമേഗയാണ്. പിന്നെ എന്താണ്? സെയിം ആൽഫയാണ്. സെയിം തീറ്റയാണ്, സെയിം ഒമേഗയാണ്, സെയിം ആൽഫയാണ്. ഓക്കെ, and we can apply equations of kinematics also here. How rotational motion എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? സിമ്പിൾ അല്ലേ, റൈറ്റ്? ഒമേഗ ഓഫ് ദ റൊട്ടേറ്റിംഗ് ബോഡി ഈക്വൽ ടു ഒമേഗ നോട്ട് ടി പ്ലസ് equal to u plus at alpha t, and theta equal to omega naught t plus half alpha t square, right? And omega square equal to omega naught square plus 2 alpha theta, right? Okay, okay. ഇനി നമുക്ക് നമ്മൾ ഈ അല്ലേ കൈനമാറ്റിക്സിൽ പഠിച്ച എല്ലാ ഇക്വേഷൻസിനും എന്ത് ചെയ്യാം? എല്ലാ ക്വാണ്ടിറ്റി, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, acceleration, ഫോഴ്സ്, മൊമെന്റം, മാസ്, അതിനൊക്കെ റൊട്ടേഷണൽ മോഷനിൽ ഒരു വേരിയന്റ് ഇല്ലേ? തീറ്റ, ഒമേഗ, ആൽഫ, ടോർക്ക്, ആംഗുലാർ മൊമെന്റം, മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇക്വേഷൻസ് മാറ്റാം, റൈറ്റ്? സപ്പോസ് പി ഈക്വൽ ടു എം ബി, വി ക്യാൻ റൈറ്റ് എൽ ഈക്വൽ ടു ഐ ഒമേഗ, and f is equal to ma. Here we can write tau equal to I alpha, right? We can write. And yes, kinetic energy half mv square. We can write half I omega square in rotational motion. Okay, so ആദ്യം നമ്മൾ എന്തിലേക്ക് പോവാണ്? ടോർക്കിലേക്ക് പോവാണ്, റൈറ്റ്? This first concept is our torque. What is torque? Tau equal to vector tau equal to vector r cross vector f. Vector tau equal to vector r cross vector f. Vector torque equal to vector r cross vector f. Okay. സോ നോക്കിക്കോ, ഇതിലൊരു കോൺസെപ്റ്റ് പഠിക്കണം. എന്താന്ന് വെച്ചാല്, സോ നമുക്ക് ഇതിന് ക്രോസ് പ്രൊഡക്റ്റ് ആണ്. സോ ടോർക്ക് ടോ ഈക്വൽ ടു വി ക്യാൻ റൈറ്റ് ആർ ഓഫ് സൈൻ തീറ്റ. വി ക്യാൻ റൈറ്റ്. ആക്ച്വലി നോക്കിക്കോ, സപ്പോസ് സി പോയിന്റ് പി, അതായത് ഒറിജിനിൽ നിന്നും പൊസിഷൻ വെക്ടർ ആറിലുള്ള ഒരു പോയിന്റ് പിയില് ഞാൻ എന്ത് ചെയ്തു?
ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, എഫ് അപ്ലൈ ചെയ്തു. ഓക്കെ, സോ ടോർക്ക് എത്രയായിരിക്കും? ടോർക്ക് അബൌട്ട് ദ പോയിന്റ് ഓ ടോർക്ക് ഈസ് ഓൾവേസ് അബൌട്ട് എ പോയിന്റ്, റൈറ്റ്? ടോർക്ക് ഈസ് ഓൾവേസ് അബൌട്ട് എ പോയിന്റ്. യാ, ഓവറോൾ ടോർക്ക് എന്തായിരിക്കും? അതിന് നമുക്ക് ഈ ഏത് പോയിന്റിലാണോ നമ്മൾ ടോർക്ക് കാണേണ്ടത് അത് പെർപെൻഡിക്കുലർ വരയ്ക്കുക. എന്നിട്ട് ഫോഴ്സ് വെക്ടറിനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുക. ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ആർ പെർപെൻഡിക്കുലർ എന്ന് പറയാം. സോ ആക്ച്വലി ടോർക്ക് എന്ത് തന്നെയാണ്? നമ്മൾ ഇക്വേഷൻ വെച്ച് പറയുകയാണെങ്കിൽ ടോർക്ക് ഈസ് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ. തീറ്റ ഈസ് ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ ആർ ആൻഡ് വെക്ടർ എഫ്. ഹിയർ തീറ്റ വിൽ ബി ദിസ്. ഓക്കെ, so r of sin theta, but this is theta, then this r perpendicular is also r sin theta, right? So torque is equal to f into r perpendicular. Actually r perpendicular is r sin theta. It turns out to be fr sin theta only. Yeah, actually yeah, f into r perpendicular. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചോദ്യം ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും, കുറച്ചുകൂടി കോൺസെപ്റ്റ് ക്ലിയർ ആവും. റോഡ് ഓഫ് മാസ് m and length l hinged at one of its end is free to move in the vertical plane. It is released from the horizontal position. The torque acting on the rod about the hinge point when it's making an angle theta from the horizontal. Okay, horizontal ആയിട്ട് തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുമ്പോൾ യെസ് ഇതുമേൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ റോഡുമേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാ? ടോർക്ക് വേണമെങ്കിൽ ഒരു ഫോഴ്സ് വേണ്ട എവിടെ? യെസ്, ആ ഫോഴ്സ് ആരാണ്? യെസ്, ഫോഴ്സ് എം ജി ആണ് അല്ലേ? എം ജി ആണ് ആക്ട് ചെയ്യുന്നത്. നമുക്ക് വരക്കാം. ഈ റോഡിന്റെ ലെങ്ത് എത്രയാണ്? എൽ. സോ എവിടുന്നാണ് ഈ എം ജി ആക്ട് ചെയ്യുക? L/2, റൈറ്റ്? സോ ഈ ഡിസ്റ്റൻസ് L/2 ആയിരിക്കും, ഈ ഡിസ്റ്റൻസ് L/2 ആവണം, റൈറ്റ്? ഇവിടെ നിന്നാണ് ആര് ആക്ട് ചെയ്യുന്നത്? എം ജി ആക്ട് ചെയ്യുന്നത്. ഈ എം ജി കൊണ്ടുള്ള എന്താണ് കണ്ടുപിടിക്കുന്നത്? ടോർക്ക്. ടോർക്ക് എഫ് ഇൻറ്റു ആർ പെർപെൻഡിക്കുലർ. അടുത്ത നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അബൌട്ട് ഈ ഹിഞ്ച് പോയിന്റിൽ വെച്ചിരിക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു? ഈ ഫോഴ്സ് വെക്ടർ ഇവിടെ ഏതാണത്? എം ജി. അതിനെ ഞാൻ എക്സ്ട്രാപൊലേറ്റ് ചെയ്തു. ഇതാണെന്ത്? ആർ പെർപെൻഡിക്കുലർ. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദിസ് ഡിസ്റ്റൻസ് ആർ പെർപെൻഡിക്കുലർ. അതിന് എം ജി കൊണ്ട് ഗുണിച്ച് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നമ്മളെ യെസ് ടോർക്ക് കിട്ടും. ഇത് തീറ്റ ആണെങ്കിൽ നമുക്ക് ആർ പെർപെൻഡിക്കുലർ എങ്ങനെ കാണാം? കോസ് തീറ്റ ഈക്വൽ ടു ആർ പെർപെൻഡിക്കുലർ ഡിവൈഡഡ് ബൈ L/2. ദാറ്റ് ഈസ് ആർ പെർപെൻഡിക്കുലർ ഈക്വൽ ടു L/2 കോസ് തീറ്റ. സോ ആർ പെർപെൻഡിക്കുലർ നമുക്ക് കിട്ടിയല്ലോ. ടോർക്ക് ഈസ് ഹൗ മച്ച്? ഫോഴ്സ് ഇൻറ്റു ആർ പെർപെൻഡിക്കുലർ. സോ എം ജി ഇൻറ്റു L/2 കോസ് തീറ്റ. സോ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മളെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് കോൺസെപ്റ്റ് ഇക്വിലിബ്രിയം. സി, നമ്മൾ ഇതുവരെ പഠിച്ചത് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ആയിരുന്നു. അവിടെ നെറ്റ് ഫോഴ്സ് മാത്രം 0 ആയാൽ മതി. ഇനി നമ്മൾ ഇക്വിലിബ്രിയം എന്ന് കേൾക്കുമ്പോൾ എന്തൊക്കെ കാണണം? നെറ്റ് ടോർക്കും 0 ആയിരിക്കും, നെറ്റ് ഫോഴ്സ് രണ്ടും 0 ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് എടുക്കാം. JEE-Main 2020 ചോദ്യമാണ്. Shown in the figure is a rigid and uniform 1 meter long rod AB held horizontal position by 2 strings tied to its ends and attached to the ceiling. The rod of mass m and has another weight of mass 2m hung at a distance 75 centimeter from A. The tension in the string A is 100 centimeter. നമുക്ക് ഈ സ്ട്രിങ്ങിലുള്ള ടെൻഷൻ ടി എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, കണ്ടുപിടിക്കാലോ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഓക്കെ, ഈ ഡയഗ്രാം വരക്കാം, റൈറ്റ്? ഓക്കെ, എല്ലാ 4 പാർട്സിലും 25 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള, റൈറ്റ്? നമുക്ക് ഇതിലെ മാറ്റി ഫോഴ്സ് ഒക്കെ എന്തൊക്കെ നോക്കാം, റൈറ്റ്? ഇങ്ങോട്ടേക്ക് ആര് കാണും? വൈറ്റ് കൊണ്ട് വരക്കല്ലേ. ഈ സ്ട്രിങ്ങിൽ ആര് കാണും? ബി അല്ലേ പോയിന്റ്? സോ ടി ബി. ഇതോ ടി എ. ഇങ്ങോട്ടേക്ക് എം ജി ആക്ടില്ലേ, സെന്റർ ഓഫ് മാസ് എം ജി. ഇവിടെ 2m ഉണ്ടല്ലോ, റൈറ്റ്? ഇവിടെ ആരുണ്ട്? 2m ഉണ്ട്. ഇവിടെ 2m ഉള്ളത് കൊണ്ട് താഴോട്ടേക്ക് എന്ത് ആക്ട് ചെയ്യും? 2mg. ഓക്കെ, സോ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് അറ്റ് എ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടി എ നമുക്ക് കാണണം. ഞാൻ പോയിന്റ് ഏതാക്കി കൊടുത്തു? ടി ബി ആക്കി കൊടുത്തു. എബൌട്ട് പോയിന്റ് ബി, ഇതല്ലേ പോയിന്റ് ബി, ഇതല്ലേ പോയിന്റ് എ. എബൌട്ട് പോയിന്റ് ബി ടോർക്ക് കണ്ടാല് എത്ര ഇരിക്കും? സി, എബൌട്ട് പോയിന്റ് ബി ടോർക്ക് കണ്ടാൽ ടി ബി കൊണ്ട് ടോർക്ക് ഉണ്ടാവത്തില്ല. ഈ എം ജി ടു എം ജി കൊണ്ട് ടോർക്ക് ഈ ഡയറക്ഷനിലായിരിക്കും, ടി എ കൊണ്ട് ടോർക്ക് ഈ ഡയറക്ഷനിലായിരിക്കും. സോ രണ്ട് ടോർക്കും എന്ത് ചെയ്യും? ഇല്ലേ, ക്യാൻസൽ ആവും.
എനിവേ ടോർക്ക് ടി നെറ്റ് 0 ആവണം. സോ നമുക്ക് എന്ത് കിട്ടി? 2 mg കൊണ്ടുള്ള ടോർക്ക് 2 mg ഇൻറ്റു ഡിസ്റ്റൻസ് 25 അല്ലേ, പ്ലസ് mg ഇൻറ്റു 50 equal to should be equal to TA into 100, right? So this is 100 mg equal to TA into 100. That means TA is mg. TA is mg. Yeah. Question option 1 mg. കിട്ടിയല്ലോ ഉത്തരം. യെസ്. അടുത്ത ചോദ്യം. A uniform ladder of mass 10 kg leans against a smooth vertical wall making an angle of 53 degree with it. The other end rests on a rough horizontal floor. Okay. So rough ആണ്. ഇവിടെ എന്തുണ്ട്? ഫ്രിക്ഷൻ ഉണ്ട്. F. The frictional force that the floor exerts on the ladder is nearly. Okay, F ആണ് ചോദിച്ചിരിക്കുന്നത്. Okay, ഇവിടെ കോണ്ടാക്ട് ഉണ്ട്. സോ ഈ കോണ്ടാക്റ്റിൽ നോർമൽ ഫോഴ്സ് N2, ഇവിടെ ഒരു കോണ്ടാക്ട് ഇവിടെ ആക്ട് ചെയ്യുന്ന നോർമൽ N1. സോ നമുക്ക് ആദ്യം പെട്ടെന്ന് ചെയ്യാം, ഡയഗ്രാം വരക്കാം. റൈറ്റ്, ദിസ് ഇസ് ഓൾസോ കേസ് ഓഫ് ഇക്വിലിബ്രിയം. റൈറ്റ്, ഫോഴ്സും 0 ആണ്, പിന്നെ എന്തും 0 ആണ്, നെറ്റ് ഫോഴ്സും 0 ആണ്, നെറ്റ് ടോർക്കും 0 ആണ്. ഓക്കെ, സോ എന്തൊക്കെയാണ് ഫോഴ്സ് നോക്കാം. ഇങ്ങോട്ടേക്ക് ആരുണ്ട്? ഇങ്ങോട്ടേക്ക് N2, ഇങ്ങോട്ടേക്ക് F, യെസ്, N1 ഇങ്ങോട്ടേക്ക്, പിന്നെ ഇവിടുന്ന് ആരാക്ട് ചെയ്യും? W. റൈറ്റ്, ഇത്രയും ഫോഴ്സുകളാണ് ഉള്ളത്. സോ ഈ പോയിന്റ് എ ആണ്, ഈ പോയിന്റ് ബി ആണ്. ഓക്കെ, നമുക്ക് ചെയ്തു പോയിക്കൂടെ? സോ എഫ് നെറ്റ് 0 ആയിരിക്കും. എഫ് നെറ്റ് 0 അതിന്റെ അർത്ഥം നമുക്ക് ഫോഴ്സ് N1 എന്തിന് ഈക്വൽ ആയിരിക്കും? എഫിന് ഈക്വൽ ആയിരിക്കും. കൂടാതെ N2 എന്തിന് ഈക്വൽ ആയിരിക്കും? W അല്ലേ? എഫ് നെറ്റ് 0 ആണ്. ഇനി ടോർക്ക് നെറ്റ് ടോ നെറ്റ് 0 ആണ്. ഞാൻ എബൌട്ട് പോയിന്റ് ബി ഞാൻ എന്തെടുക്കാണ്? ടോർക്ക് എടുക്കാണ്. എബൌട്ട് ബി ടോർക്ക് എടുത്താൽ N1 കൊണ്ടുള്ള ടോർക്കും W കൊണ്ടുള്ള ടോർക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ആ രണ്ട് ടോർക്കുമാണ് ക്യാൻസൽ ഔട്ട് ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, സോ N1 കൊണ്ടുള്ള ടോർക്ക് എന്താണ്? N1 ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? N1 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ? ആ പെർപെൻഡിക്കുലർ എന്തായിരിക്കും? ഏതാണ്? ഞാൻ ഫോഴ്സിന് എക്സ്ട്രാപോളേറ്റ് ചെയ്തു. ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് അല്ലേ? ഇത് എത്രയാണ്? ഈ റോഡ് ലെങ്ത് L ആണ്. ഇത് 37 ഡിഗ്രി ആയിരിക്കും. സോ ഈ പെർപെൻഡിക്കുലർ എത്രയായിരിക്കും? പെർപെൻഡിക്കുലർ എത്രയായിരിക്കും? സൈൻ 37 ആയിരിക്കത്തില്ലേ? യെസ്. സോ L ഇൻറ്റു സൈൻ 37. റൈറ്റ്, L ഇൻറ്റു സൈൻ 37. ഓക്കെ, L ഇൻറ്റു സൈൻ 37. നെക്സ്റ്റ് W കൊണ്ടുള്ള ടോർക്കോ? W ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, സോ ഈ ഡിസ്റ്റൻസ് അല്ലേ? സോ ഇത് L/2, ഇത് 53, സോ ഇത് 37. എത്രയായിരിക്കും? cos 37. യെസ്, സോ L/2 cos 37. W ഇൻറ്റു L/2 cos 37. ഓക്കെ, ഇതായിരിക്കും അബൌട്ട് ബി ടോർക്ക്. നമുക്ക് എന്ത് കിട്ടി? LL we can cancel. N1 equal to W/2 cot 37. We know that tan 37 is 3/4. So cot 37 is 4/3, right? W is weight is 102 4/3, so which is equal to 66.66 Newton. So nearly 67 Newton ആണ് N1 നമുക്ക് കിട്ടി. നമുക്കറിയാം N1 ഈക്വൽ ടു F അല്ലേ? സോ ഫ്രിക്ഷൻ എന്തായിരിക്കും? 67 Newton ആയിരിക്കും. സോ ഓപ്ഷൻ ബി ആണ് നമ്മൾ എന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, യെസ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. A uniform cylinder of mass M and radius R is to be pulled over a step of height A is less than R by applying a force F at its center O through the axis of the cylinder on the edge of the step. The minimum value of F. C. ഇവിടെ F കൊണ്ട് ഈ പോയിന്റിൽ എന്തുണ്ടാവും? ഒരു ടോർക്ക് ഉണ്ടാവും. റൈറ്റ്, ആ ടോർക്കിൽ ബാലൻസ് ചെയ്യാൻ ഇവിടുന്ന് ആരാക്ട് ചെയ്യും? mg കൊണ്ടുള്ള ടോർക്കോ? അത് എഫിനെ ബാലൻസ് ചെയ്യും. റൈറ്റ്, സോ mg കൊണ്ടുള്ള ടോർക്ക് എന്തായിരിക്കണം?
mg കൊണ്ടുള്ള ടോർക്ക് ഈ f1 ടോർക്കിനേക്കാൾ കുറവായിരിക്കണം, എങ്കിലേ എന്ത് ചെയ്യാൻ പറ്റൂ? എന്ത് ചെയ്യാൻ പറ്റൂ? യാ പുൾഡ്, സ്റ്റെപ്പിന്റെ മുകളിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റൂ? പുൾ ഓവർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് എഫ് കൊണ്ടുള്ള ടോർക്ക് കാണാം, പിന്നെ mg കൊണ്ടുള്ള ടോർക്ക് കാണാം, അത് ഇക്വേറ്റ് ചെയ്താൽ മതി, ഈസി. ഓക്കെ, നമുക്ക് ഡയഗ്രാം ഒന്നുകൂടി വരക്കാം. സോ ഡയഗ്രാം ഒന്നുകൂടി വരക്കുകയാണെങ്കിൽ ഓക്കെ, ഈ ഡിസ്റ്റൻസ് ഗീവൺ ആണ്. ഓക്കെ, ഓക്കെ, ഇവിടെ കോണ്ടാക്ട് ഉണ്ട്, റൈറ്റ്, ശരിയാണല്ലോ. വെയിറ്റ്, ഞാൻ സർക്കിൾ വരക്കാം. ഓക്കെ, സപ്പോസ് ഇതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് സെന്റർ O. ഈ ഇതാണ് റേഡിയസ് R, റൈറ്റ്, ഇതാണ് റേഡിയസ് R. റേഡിയസ് ആറിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് പെർപെൻഡിക്കുലർ എഫ് ഉള്ളത്. സോ ടോർക്ക് ഡ്യൂ ടു എഫ് എന്ത് തന്നെയായിരിക്കും? ടോർക്ക് ഡ്യൂ ടു എഫ് എന്ത് തന്നെയായിരിക്കും? എഫ് ഇൻറ്റു ആർ, കാരണം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആർ തന്നെയാണ്. അബൌട്ട് ഈ പോയിന്റിനെ ടോർക്ക് നോക്കുന്നു, അബൌട്ട് ദിസ് പോയിന്റ് ബി. ഇനി എം ജി ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് എം ജി ആക്ട് ചെയ്യുന്നുണ്ട്. എം ജി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണും അല്ലേ? സോ എന്തായിരിക്കും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്? ഈ ഡിസ്റ്റൻസ് നമ്മൾ കാണണം. ആ ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാണുന്നത്? സോ അവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമുക്ക് കിട്ടും, റൈറ്റ്. ഇത് ആറ്, ഇതെന്തായിരിക്കും? എ. സോ ദിസ് വിൽ ബി ആർ മൈനസ് എ. ഈ ഡിസ്റ്റൻസ് അതല്ലേ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരുന്നത്, അതെന്തായിരിക്കും? റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ആർ മൈനസ് എ സ്ക്വയർ, റൈറ്റ്. ഓക്കെ, സോ ടോർക്ക് ഡ്യൂ ടു ഫോഴ്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ടോർക്ക് ഡ്യൂ ടു എം ജി. എന്തായാലും സ്റ്റെപ്പ് കയറും. ടോർക്ക് ഡ്യൂ ടു എഫ് എന്താണ്? എഫ് ഇൻറ്റു ആർ. ടോർക്ക് ഡ്യൂ ടു എം ജി എന്താണ്? എം ജി ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ആർ മൈനസ് എ സ്ക്വയർ, റൈറ്റ്. ഇതിനെ തന്നെ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എഫ് ആർ പുറത്തെടുത്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ജി ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് ആർ ബൈ എ അപ്പോൺ ആർ ഹോൾ സ്ക്വയർ. സോ ഓപ്ഷൻ ഏതാ വരുന്നത്? യെസ്, ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ് നമ്മൾ കറക്റ്റ് ആൻസർ ആയി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്ത്? ടോപ്ലിംഗ്. ടോപ്ലിംഗിന്റെ കോൺസെപ്റ്റ് എന്താ? സി. ഓക്കെ, ഇവിടെ ഞാൻ നീങ്ങില്ലല്ലോ, സ്ലൈഡ് ചെയ്യില്ല. സ്ലൈഡ് ചെയ്യുന്ന തൊട്ട് മുമ്പ് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. എന്തുകൊണ്ട്? ഇവിടെ ഫ്രിക്ഷൻ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇത് നീങ്ങുന്നില്ല. സോ കുറച്ചും കൂടി ഞാൻ ഫോഴ്സ് ഓഫ് കൂട്ടി കൊടുത്താൽ എന്തായും? ടോപ്പിൾ ചെയ്യും അല്ലേ? സോ ടോപ്പിൾ ചെയ്യുന്ന മൊമെന്റിൽ ബ്ലോക്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കാൻ ഏകദേശം ഇങ്ങനല്ലേ ഉണ്ടാവുക? യെസ്, ഏകദേശം ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ? സോ ആ സമയത്ത് ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ ഇത് എഫ്, യെസ്, ഞാൻ കൊടുത്ത ഫോഴ്സ് എഫ്. പക്ഷെ ഫ്രിക്ഷനും അത്ര കോണ്ടാക്ട് ഉള്ളൂ. ടോപ്പിൾ ചെയ്യുന്ന സമയത്ത് ഈ ആക്സിസിലെ ടോപ്പിൾ ചെയ്യുന്നത്. സോ ഫ്രിക്ഷൻ ആ പോയിന്റ് നിന്നായിരിക്കും ഉണ്ടാവുക. പിന്നെയോ നോർമൽ റിയാക്ഷൻ ഇങ്ങോട്ടേക്ക്. ഓക്കെ, ഈ ആക്സിസ് ആണ് നിങ്ങൾ ടോപ്പിൾ ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. സി, നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യം കാണാം, കുറച്ചുകൂടി മനസ്സിലാവും.
A homogeneous rectangular block of mass m width b and height h is placed on the horizontal surface and subjected to a horizontal force p, which moves the block along the surface with a constant velocity. Coefficient of kinetic friction between the block and the surface is mu. Determine the greatest value which h may have so that the block will slide. Okay, with the toppling ചെയ്യരുത്. ഇവിടെ constant velocity എന്ന് പറയുന്നുണ്ട്. So acceleration is 0. That means net force acting on this body is 0. എന്നിട്ട് torque 0. Okay. So equilibrium condition ആണ്. So നമുക്ക് എന്ത് ചെയ്യാം? ഈ ബ്ലോക്കിന്റെ ഡയഗ്രാം ഇവിടെ മാറ്റി വരക്കാം. ഓക്കെ. സോ ഇവിടെയാണ് എന്ത് പി ഫോഴ്സ് പി ആക്ട് എച്ച് ഹൈറ്റിൽ എന്നാണ് നമ്മൾ എന്ത് ബ്ലോക്കിന്റെ ഹൈറ്റ് ക്യാപിറ്റൽ എച്ച്. ഓക്കെ. സോ ഇനി ഇതിനായിട്ട് നമുക്ക് ഫോഴ്സ് നോക്കൂടെ. ടോപ്പിൾ ചെയ്യുന്ന പോയിന്റിൽ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇവിടെ ഈ പോയിന്റിലല്ലേ ടോപ്പിൾ ചെയ്യുക, ഈ പോയിന്റിലാണ് ടോപ്പിൾ ചെയ്യുക, കാരണം ഫോഴ്സ് ഇങ്ങോട്ടല്ലേ വരുന്നത്. സോ ടോപ്പിൾ ചെയ്യുന്ന പോയിന്റിൽ ഫ്രിക്ഷൻ ഇങ്ങോട്ടായിരിക്കും. പിന്നെയോ നോർമൽ റിയാക്ഷനോ, നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുക ഇങ്ങോട്ടേക്ക്. റൈറ്റ്. ഫോഴ്സ് 0 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഫ്രിക്ഷൻ ഈക്വൽ ടു പി ആൻഡ് എം ജി ഈക്വൽ ടു എൻ. റൈറ്റ്. എഫ് ഈക്വൽ ടു പി അർത്ഥം ഫ്രിക്ഷൻ എന്താണ്? മ്യൂ ഇൻറ്റു എൻ വിച്ച് ഇസ് ഈക്വൽ ടു പി. ഇനി നമുക്ക് ടോർക്ക് അബൌട്ട് ദ ആക്സിസ് വേർ ഇവിടെ കൊടുക്കാം. ടോപ്പിൾ അബൌട്ട് ബി, സോറി ടോർക്ക് അബൌട്ട് ബി. ടോർക്ക് അബൌട്ട് ബി കാണണമെങ്കിൽ ടോർക്ക് അബൌട്ട് ബി ആർക്ക് ടോർക്ക് ഉണ്ടാവും? ടോർക്ക് ഡ്യൂ ടു പി കാണണം, പിന്നെ ടോർക്ക് ഡ്യൂ ടു എം ജി കാണണം. ടോപ്പിൾ ചെയ്യരുത്, അതിനർത്ഥം എന്താ? ടോർക്ക് ഡ്യൂ ടു എം ജി ഷുഡ് ബി ഗ്രേറ്റർ ദൻ. റൈറ്റ്. ടോർക്ക് ഡ്യൂ ടു എം ജി ഷുഡ് ബി ഗ്രേറ്റർ എന്ന് പറയുമ്പോൾ ടോർക്ക് ഡ്യൂ ടു പി ഫോഴ്സ്, എങ്കിൽ ടോപ്പിൾ ചെയ്യത്തില്ല. സോ നമുക്ക് ടോർക്ക് ഡ്യൂ ടു എം ജി നോക്കാം. ടോർക്ക് ഡ്യൂ ടു എം ജി നോക്കാം. എം ജി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇതല്ലേ എം ജി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് ഇത് ബി ആണല്ലോ, സോ ഇത് ബി ബൈ ടു. സോ എം ജി ഇൻറ്റു ബി ബൈ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടോർക്ക് ഡ്യൂ ടു പി, ദറ്റ് ഈസ് ഹൈറ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എച്ച് തന്നെയാണ്. സോ എം ജി ഇൻറ്റു ബി ബൈ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി ഇൻറ്റു എച്ച് ആയിരിക്കണം. ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ എനിക്ക് കിട്ടുന്നു എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ബൈ ടു മ്യൂ. ഞാൻ പിനെ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പിനെ ഞാൻ മ്യൂ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ. ബി എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ബൈ ടു മ്യൂ. സോ ഉത്തരം ഏതാണ് വരുന്നത്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അടുത്ത നമുക്ക് എന്ത് കാണാം? മൊമെന്റ് ഓഫ് ഇനർഷ്യ. ആദ്യം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡ്യൂ ടു ഡിസ്ക്രീറ്റ് മാസസ് ആണ്. ഡിസ്ക്രീറ്റ് മാസസ് ബോഡി അല്ല. ഓക്കെ, ഡിസ്ക്രീറ്റ് മാസ് ആണ്. നേരത്തെ എന്താ? സപ്പോസ് സി, ഇപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒരു ആക്സിസിനെ വെച്ചിട്ടല്ലേ പറയുന്നത്. ഇതാണ് ആക്സിസ് എന്ന് വിചാരിച്ചോ. ഓക്കെ, ഒരു മാസ് എം വൺ ഉണ്ട് ഇവിടെ, ഒരു മാസ് എം ടു ഉണ്ട് ഇവിടെ. ആക്സിസ് എം വൺ മാസ് ലൊക്കേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് r1, എം ടു ലൊക്കേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് r2 എങ്കിൽ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്തായിരിക്കും? m1 r1 സ്ക്വയർ പ്ലസ് m2 r2 സ്ക്വയർ. ഓക്കെ, ഡിസ്ക്രീറ്റ് മാസിൽ നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചോദ്യം നോക്കാം. ഫോർ the corners of a square of length L shown in the figure, the moment of inertia of the system about an axis passing through A and parallel to DB would be. So ഏത് ആക്സിസിലാണ് വേണ്ടത്? പാരലൽ ടു DB passing through A. Parallel to DB passing through A. Yes, ഇതാണ് നമ്മൾ ആക്സിസ്. ഈ ആക്സിസിലൂടെയുള്ള എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണണം. ഞാൻ എന്ത് ചെയ്യാണ്? ആദ്യം മാസസിന്റെ നമ്പർ ചെയ്യണം. ഓക്കെ, ഇത് മാസ് നമ്പർ 1, മാസ് നമ്പർ 2, മാസ് നമ്പർ 3. ഇനി ഓരോ മാസെന്നും ഇതാണ് നമ്മൾ ആക്സിസ്, ഇതല്ല നമ്മൾ ആക്സിസ്. ഓരോ മാസെന്നും ആക്സിസിലേക്കുള്ള എന്ത് കണ്ടുപിടിച്ചാൽ മതി? മാസ് ഇൻ ഡിസ്റ്റൻസ് സ്ക്വയർ അല്ലെ? മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടും. ഡിസ്റ്റൻസ് കാണാം. റൈറ്റ്. നമുക്കറിയാം ഇതെന്തായിരിക്കും അല്ലെ? ഇത് ഡയഗണൽ മൊത്തത്തിൽ √12 ആയിരിക്കും. മൊത്തത്തിൽ √12.
ഈ ഹാഫ് എന്തായിരിക്കും L/√2. ഇത് എന്തായിരിക്കും L/√2. ഇതും L/√2. നമുക്കെല്ലാം കിട്ടിയില്ലേ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈസി ആയില്ലേ കാണാൻ? മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ കാണുന്നത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദിസ് സിസ്റ്റം വിൽ ബി മാസ് 1m ഇൻറ്റു L/√2 സ്ക്വയർ എന്ന് പറയുമ്പോൾ L/2. അതേപോലെ രണ്ടെണ്ണയിലെ മാസ് 1ഉം മാസ് 3യും, റൈറ്റ്? സോ പ്ലസ് m ഇൻറ്റു √2l സ്ക്വയർ, ദറ്റ് ഈസ് 2l സ്ക്വയർ. സോ ml സ്ക്വയർ പ്ലസ് 2ml square. That means 3ml square. 3ml square option 3 is the correct answer. Okay. നമുക്ക് അടുത്ത് നോക്കാം. A massless equilateral triangle EFG of side A as shown in the figure. Side A ആണ് as shown in the figure has 3 particles of mass m situated at its vertices. Okay, mass m ഉണ്ട് ഇവിടെ, mass m ഉണ്ട്, mass m ഉണ്ട് ഇവിടെ. Okay. The moment of inertia about moment of inertia of the line EX. Axis എന്താണ് ഇവിടെ? Axis എന്താണ് ഇവിടെ? EX. സോ ഇതാണ് നമ്മുടെ ആക്സിസ്. ഓക്കെ, ഇതാണ് നമ്മൾ ആക്സിസ്. ഈസ് n/20m². നമുക്ക് n ആണ് കാണുന്നത്. ഇനർഷ്യ അഗെയിൻ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം മാസസിന്റെ നമ്പർ വെച്ചാണ്. മാസ് 1, മാസ് 3. ഇനി ഓരോ മാസത്തിനുള്ള ഡിസ്റ്റൻസ് കാണണം. m1 ഡിസ്റ്റൻസ് 0, m2 ഡിസ്റ്റൻസ് a, m3 ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ ഡിസ്റ്റൻസ്, റൈറ്റ്? ഓക്കെ, ആ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ആ ഡിസ്റ്റൻസ് a/2 ആയിരിക്കത്തില്ലേ? a/2. ദിസ് ഈസ് ഓൾസോ a/2. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈസി ആയില്ലേ? കാരണം ഡിസ്റ്റൻസ് കിട്ടി ആക്സിസിലേക്കുള്ള. സോ I is equal to m1 0, സോ m into 0, m0 തന്നെ, m into a square plus m into a/2 whole square, m²/4. That means 5/4 ma², right? 5/4 ma², which is equal to n/20 ma² ആണെന്ന് ക്വസ്റ്റ്യനിൽ എന്താണ് ഗിവൺ ആണ്, റൈറ്റ്? സോ n ആണ് കാണേണ്ടത്. n എന്തായിരിക്കും? 25, റൈറ്റ്? 100/4 25. ഓക്കെ, സോ n ഇവിടെ എന്താ അത്ര കിട്ടുന്നത്? 25. സെയിം ക്വസ്റ്റ്യൻ ആണ്, 25. ഓക്കെ, ഓക്കെ. ഇനി ഇത് നമുക്ക് ലാസ്റ്റ് ചേട്ടോ, ഈ ചോദ്യം കുറച്ച് ലെങ്ത്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡ്യൂ ടു കണ്ടിന്യൂസ് ഒബ്ജക്ട് എന്തായിരിക്കും? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡ്യൂ ടു കണ്ടിന്യൂസ് ഒബ്ജക്ട്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡ്യൂ ടു കണ്ടിന്യൂസ് ഒബ്ജക്ട് നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടി വരും? ഇന്റഗ്രേഷൻ ചെയ്യേണ്ടി വരും. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡ്യൂ ടു കണ്ടിന്യൂസ് ഒബ്ജക്ട്, റൈറ്റ്? സപ്പോസ് ഇതാണ് എന്റെ ഒബ്ജക്ട് എന്ന് വിചാരിച്ചോ. ഇതാണ് എന്റെ ആക്സിസ്. ഈ ആക്സിസ് എബൌട്ട് ആണ് എന്ത് പറയേണ്ടത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ പറയേണ്ടത്. ഞാൻ ഇവിടെ ഒരു dm മാസ് എടുത്തു. ഓക്കെ, dm ആക്സിസ് dm മാസിലേക്ക് ഡിസ്റ്റൻസ് r എങ്കിൽ, ഓക്കെ, dm മാസ് കൊണ്ടുള്ള മൊമെന്റ് di will be equal to dm into r². സോ നമുക്ക് ഫുൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഒരു മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദിസ് കണ്ടിന്യൂസ് ഒബ്ജക്ട്, കണ്ടിന്യൂസ് മാസ് ഒബ്ജക്ട്, റൈറ്റ്? ഈക്വൽ ടു ഇന്റഗ്രൽ dm r². അങ്ങനെ ചെയ്ത് പോയപ്പോ മൊമെന്റ് ഓഫ് ഇനർഷ്യ ത്രൂ സെന്റർ എത്രയാണ്? mr². ഡിസ്കിന്റെ എത്രയാണ്? mr²/2 അല്ലേ? ഡിസ്കിന്റെ സെന്റർ ഓഫ് മസിൽ കൂടി എത്രയാണ്? mr²/2. റിങ്ങിന്റെ എത്രയാണ്? mr². ഇനി റോഡിൻ്റെതോ? റോഡിൻ്റെത് mr²/12. ഇഫ് ലെങ്ത് ഇസ് l, ml²/12. ml²/12. ഡിസ്കും സോളിഡ് സിലിണ്ടറും സെയിം ആയിരിക്കും, റിങ്ങും ഹോളോ സിലിണ്ടറും സെയിം ആയിരിക്കും. പിന്നെ സ്ഫിയറിന്റെയോ? സോളിഡ് സ്ഫിയറിന്റെ എത്രയാണെന്ന് കിട്ടി? സോളിഡ് സ്ഫിയർ സെന്റർ ഓഫ് മസിൽ കൂടി 2/5 mr², ഹോളോ സ്ഫിയർ 2/3 mr². ഓക്കെ, വാട്ട് ഈസ് പാരലൽ ആക്സിസ് തിയറം? പാരലൽ ആക്സിസ് തിയറം ഇത്രേ പറയുന്നുള്ളൂ. അതായത് സെയിം പാരലൽ ആയിട്ട് ഒരു ആക്സിസ് നമുക്ക് തന്നാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? പറയാൻ പറ്റും. എങ്ങനെ? സപ്പോസ് ഇതാണ് നമ്മൾ ബോഡി എന്ന് വിചാരിച്ചു. ഓക്കെ, ഇതാണ് അതിന്റെ സെന്റർ ഓഫ് മാസ്. ആ സെന്റർ ഓഫ് മാസിൽ കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ICM നമുക്കറിയാം. ഓക്കെ, നമുക്ക് കാണേണ്ടത് എന്താണ്?
അതിന് ഈ സെന്റർ ഓഫ് ICM പാരലൽ ആയിട്ടൊരു ആക്സസ്, ആ ആക്സസിൽ കൂടിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് കാണേണ്ടത്. ആക്സസ് ഡിസ്റ്റൻസ് D ആണെങ്കിൽ ഓക്കെ, മൊമെന്റ് ഓഫ് ഇനർഷ്യ I. ഓക്കെ, ഈ ആക്സസിൽ കൂടിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്തായിരിക്കും? ICM പ്ലസ് M×d². ദാറ്റ് ഈസ് പാരലൽ ആക്സസ് തിയറം. മെയിൻ ഓക്കെ എന്താണ് കോൺസെപ്റ്റ് അബൌട്ട് എ പാരലൽ ആക്സിസ്. ആക്സസ് ഷുഡ് ബി പാരലൽ, റൈറ്റ്. നമുക്കൊരു ചോദ്യം ചെയ്യാം. A thin circular disc in the XY plane as shown in the figure. The ratio of its moment of inertia about Z and Z dash. Z dash. Z is actually ആദ്യം നമുക്ക് IZ കാണണം. IZ എന്താണ് ഇവിടെ? ഇനർഷ്യ 3mr². ഇനി നമുക്ക് IZ dash പാരലൽ ആക്സിസ് തിയറം വഴി കണ്ടുകൂടെ? IZ I സെന്റർ ഓഫ് മാസ് അല്ലെങ്കിൽ I പ്ലസ് MD മാസ് ഓഫ് ദ ഡിസ്ക് ഇൻറ്റു R² അല്ലേ? ഈ ഡിസ്റ്റൻസ് R അല്ലേ? ഇവിടെ ഇപ്പൊ എന്താ വരുക? IZ dash ഈക്വൽ ടു mr²/2 പ്ലസ് mr², ദാറ്റ് ഈസ് 3/2 mr². So IZ upon IZ dash mr²/2 upon 3 into mr²/2. That is 1/3. That is 1:3. Option C is the right answer. അടുത്ത ചോദ്യം നോക്കാം. 4 identical spheres, each of mass m and radius a. Spheres, 4 identical solid spheres. So solid spheres center of mass equal to moment of inertia 2/5 mr². Are placed with their centers on the four corners of a square of side B. The moment of inertia of the system about one side of square where the axis of rotation is parallel to the plane of the square is. നമുക്ക് ആദ്യം എന്ത് ചെയ്യുന്നത്? സ്ക്വയറിന്റെ 4 കോർണേഴ്സിൽ എന്ത് വെച്ചിട്ടുണ്ട്? യെസ്, ഐഡന്റിക്കൽ സോളിഡ് സ്ഫിയേഴ്സ് വെച്ചിട്ടുണ്ട്. ഐഡന്റിക്കൽ സോളിഡ് സ്ഫിയേഴ്സ് ഹാവിംഗ് മാസ് m റേഡിയസ് a വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഏത് ആക്സിസിൽ കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് കാണേണ്ടത്? ആക്സിസ് ഏതാണ്? പാരലൽ ടു പ്ലെയിൻ ഓഫ് സ്ക്വയർ അബൌട്ട് വൺ സൈഡ്. സോ ഞാൻ ഇതാണ് എന്തായിട്ട് കൊടുക്കുന്നത്? ആക്സ് ആയിട്ട് കൊടുക്കുന്നത്. സോ ഞാൻ അടുത്തെന്ത് ചെയ്യാണ്? എന്റെ മാസിന് കേസ്. സോ ഇതാണ് സോളിഡ് സ്ഫിയർ നമ്പർ 1, സോളിഡ് സ്ഫിയർ നമ്പർ 2, സോളിഡ് സ്ഫിയർ നമ്പർ 3, സോളിഡ് സ്ഫിയർ നമ്പർ 4. ഓക്കെ, ഇനി സോളിഡ് സ്ഫിയർ നമ്പർ 1 and 4 കൊണ്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്തായിരിക്കും? സെയിം ആയിരിക്കത്തില്ലേ? കാരണം അതിന്റെ സെന്റർ ഓഫ് മസിൽ കൂടെയാണ് പോകുന്നത്. I2 and I3 എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമുക്ക് ഓരോന്ന് കണ്ടുകൂടെ? കാണാം. I1 എന്തായിരിക്കും? I1 കാരണം അതിന്റെ സെന്റർ ഓഫ് മസിൽ കൂടെയല്ലേ? സോ 2/5 ma². I2 എന്തായിരിക്കും? 2/5 ma². ഈ ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത് 4 കോർണേഴ്സ് ഓഫ് എ സൈഡ് ലെങ്ത് എത്രയാ? സൈഡ് B. ഓക്കെ, പ്ലസ് പാരലൽ ആക്സിസ് തിയറം, റൈറ്റ്, m×b². സോ ഇതിന് ഓക്കെ, ഇനി 4 ആഡ് ചെയ്യേണ്ടേ ഫുൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടണമെങ്കിൽ. സോ നെറ്റ് എന്തായിരിക്കും? 2/5 ma² ഇൻറ്റു 2, കാരണം 2 ഇല്ലേ, പ്ലസ് 2/5 ma² പ്ലസ് mb² ഇൻറ്റു 2. ഓക്കെ, സോ I equal to 4/5 ma² plus 4/5 ma² plus 2mb². ഓക്കെ, 2 കൊണ്ട് ഇത് ഗുണിച്ചു, എത്ര കിട്ടി? 8/5 ma² plus 2mb². 8/5 ma² plus 2mb². That is option 4 is the right answer. Okay, ഇതാണ് എന്ത് അടുത്ത ചോദ്യം. 3 solid spheres, each of mass m and diameter d, are stuck together such that the lines connecting the centers from an equilateral triangle of side of length d
the ratio IO by IA of moment of inertia IO of the system about an axis passing the centroid and about the center of any of the spheres IA perpendicular to the point of the triangle is. Okay, കാണാം IO IA ratio ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് IO കാണാം, പിന്നെ നമുക്ക് എന്ത് കാണാം, IA കാണാം. ഓക്കെ, സോ ഞാൻ എന്താണ് ഡയഗ്രം ഒന്നുകൂടി വരക്കാണ്. ഓക്കെ, ഓക്കെ, equilateral triangle. ഓരോ സൈഡിന്റെ ലെങ്ത് D ആണ്. സോ റേഡിയസ് എത്രയായിരിക്കും സോളിഡ് സ്ഫിയറിന്റെ? D/2. നമുക്ക് ഈ ആക്സിസിലുള്ള കാണേണ്ടത് ഏത് ആക്സിസ്? ഇതാണ് നമ്മൾ ഓ സെൻട്രോയിഡ്. സോ നമുക്ക് എന്ത് കാണണം? സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് കാണും. കണ്ടാൽ നമുക്ക് പാരലൽ ആക്സിസ് തിയറം വഴി എന്ത് ചെയ്യാം? ICM നമുക്ക് അറിയാലോ. ICM എത്രയാണ്? ICM സോളിഡ് സ്ഫിയറിന് എത്രയാണ്? 2/5 m. ഇവിടെ D/2 സ്ക്വയർ ആണ്. സോ D²/4. റൈറ്റ്, 2/5. ഓക്കെ, നമുക്കിനി എന്താ കാണേണ്ടത്? ഈ ഡിസ്റ്റൻസ് X കാണണം. അത് കണ്ടുപിടിച്ചാൽ നമുക്ക് പാരലൽ ആക്സിസ് തിയറം വഴി എന്ത് ചെയ്യാം? അവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, X കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു ചെറിയൊരു ട്രയാങ്കിൾ വരച്ചൂടെ? സോ ഇതാണ് ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് X. ഈ ഡിസ്റ്റൻസ് D/2 ആയിരിക്കും അല്ലേ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? അപ്പൊ ഒരു സൈഡ് 60 ആയിരിക്കത്തില്ലേ? സോ ഈ ഇത് 30 ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് cos 30 കണ്ടാൽ എന്ത് കിട്ടി? D/2x. cos 30 √3/2 ആണല്ലോ. 2 ക്യാൻസൽ. X ഈസ് D/√3. X കിട്ടി എത്രയാണ്? D/√3. X കിട്ടി. സോ X കിട്ടിയ പിന്നെ കാര്യം എളുപ്പമല്ലോ. I through O എന്തായിരിക്കും? I through O will be 2/5 പാരലൽ ആക്സിസ് തിയറം വഴി M D²/4 പ്ലസ് M ഇൻറ്റു ആ ഡിസ്റ്റൻസ് സ്ക്വയർ, ദാറ്റ് ഈസ് D²/3. ഇതുപോലത്തെ എത്ര ഉണ്ട്? 3 ഇല്ലേ? സോ ഇൻറ്റു 3. സോ നമുക്ക് കാണാം എത്ര കിട്ടും? MD² by 10 into 3 plus MD². That is 13/10 MD². ഇതാണ് IO. IO കിട്ടി. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? IA. IA എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് അല്ലേ? സോ ഈ പോയിന്റ് കൂടുതൽ എന്ത് കാണണം? മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണണം. കണ്ടൂടെ? അപ്പൊ ഓക്കെ, IA കാണുമ്പോ ഓക്കെ, IA ആണ് നമ്മൾ അടുത്ത് കാണുന്നത്. റൈറ്റ്, IA. സോ IA കാണണമെങ്കിൽ ഈ രണ്ട് സ്ഫിയർ കൊണ്ടുള്ള എത്രയായിരിക്കും? 2/5 mr². പെർപെൻഡിക്കുലർ അല്ലേ പറയുന്നിരിക്കുന്നത്? യെസ്, 2/5 mr² പ്ലസ് M ഇൻറ്റു D² അല്ലേ വരിക? D². ഇവിടെ റേഡിയസ് എത്രയാണ്? 6/2. സോ D²/4 പ്ലസ് D² ഇൻറ്റു 2 പ്ലസ് അതിന് കൂടി തന്നെ D²/4. എത്ര കിട്ടും നമുക്കിത്? 24 കട്ട് MD²/4 പ്ലസ് 2MD² പ്ലസ് MD²/10. സോ MD² പുറത്തെടുത്താല് എന്ത് കിട്ടി? 1/4 പ്ലസ് 2ന് നമുക്ക് എങ്ങനെ എഴുതാം? 8/4 പ്ലസ് 1/10 നമുക്ക് എങ്ങനെ എഴുതാം? 4. 1/4 റൈറ്റ്.
അതിന് 1/10 എന്ന് എഴുതേണ്ടി വരും. അതിൽ കൂടെ 40/4 പറ്റില്ല. 1/10 എന്താവും? 4 റൈറ്റ്. ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതിനേക്കാൾ നല്ലത് എന്ത് ചെയ്യലാണ്? നമുക്ക് IO അബൌട്ട് അറിയാലോ, മൊമെന്റ് ഓഫ് ഇനർഷ്യ. സോ IA കാണാൻ അവിടെയും പാരലൽ ആക്സിസ് കൊടുത്താൽ പോരെ? മതി. സോ IA എങ്ങനെ കാണാം? IA ഈക്വൽ ടു IO പ്ലസ് 3 മാസ് 3m ഇൻറ്റു ഡിസ്റ്റൻസ് d/√3, സോ d²/3. സോ ഇത് വരുന്നത് 13/10 m 13/10 md² plus 3m into d²/3. That is md². That is 13/10 md² plus md². That is 23 md²/10. So ഇത് റേഷ്യോയിൽ കാണേണ്ടത്. സോ 13/23 കിട്ടും. 13/23. So option A will be the right answer. Okay. It's the of a planar body about an axis perpendicular to its plane is equal to the sum of its moments of inertia about two perpendicular axes concurrent with the perpendicular axis and lying in the plane of the body. Concurrent means intersecting through the same point. That means IZ equal to IX plus IY. ഓക്കെ, ഇതെന്താ മനസ്സിലായി? ആ ബോഡി എവിടെ ഉണ്ടായിരിക്കണം? പ്ലനാർ ബോഡിയുടെ പ്ലെയിൻ എവിടെ ആയിരിക്കണം? ബോഡി ഷുഡ് ലൈ അറ്റ് XY പ്ലെയിൻ. പിന്നെയോ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നമുക്ക് 2D ഒബ്ജക്ട്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? അപ്ലൈ ചെയ്യാൻ പറ്റൂ. നമുക്കൊരു ചോദ്യം നോക്കാം. ഇതാണ് ചോദ്യം. Find moment of inertia of a disk of mass m and radius r about a chord with a distance of r/2 from the center. So ഒരു കോഡ്, ഇതാണ് കോഡ് എന്ന് വിചാരിച്ചോ. സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് r/2. ഓക്കെ, സോ I കോഡ് അതാണ് നമുക്ക് കാണേണ്ടത്. സോ I ഡയമീറ്റർ കിട്ടിയാൽ നമുക്ക് I കോഡ് കിട്ടിക്കൂടെ? പാരലൽ ആക്സിസ് തിയറം. I ഡയമീറ്റർ എങ്ങനെയാ കിട്ടുന്നത്? ഓക്കെ, I ഡയമീറ്റർ നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വഴി കിട്ടും. എങ്ങനെ നോക്കിക്കോ. ഇതാണ് ഡിസ്ക് അല്ലെ? ഇതാണ് നമ്മളെ ഡിസ്ക്. ഓക്കെ, ഇതാണ് നമ്മളെ ഡിസ്ക്. ഇനി ഡിസ്കിന്റെ സെന്റർ ഓഫ് മാസ് കൂടിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിയാലോ, mr²/2 അല്ലെ? ഇതല്ലേ ഡയമീറ്റർ x. ഓക്കെ, ഇത് രണ്ടും ഡയമീറ്റർ അല്ലടാ. സപ്പോസ് ഇത് x, ഇത് y, ഇത് z ആക്സിസ് ആണെങ്കിൽ സോ XYZ നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വഴി ഇവിടെ y എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ത്രൂ ഡയമീറ്റർ. ദാറ്റ് ഈസ് IX ഓൾസോ. സോ IX പ്ലസ് IY ഈക്വൽ ടു IZ കോൺസെപ്റ്റ് വഴി നമുക്ക് എന്ത് പറയാം? 2 into ID ഈക്വൽ ടു IZ. സോ ഡിസ്കിന്റെ കേസിൽ IZ എത്രയാ? mr²/2. ദാറ്റ് ഈസ് ത്രൂ സെന്റർ ഓഫ് മാസ്. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ ത്രൂ ഡയമീറ്റർ എന്തായിരിക്കും? mr²/4. സോ ഡയമീറ്ററിൽ കൂടുതൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടി. ഇത് എത്ര കിട്ടി? mr²/4. ഇനി ത്രൂ കോഡ് കിട്ടാൻ പാരലൽ ആക്സിസ് തിയറം കൊടുത്താൽ മതി പോരെ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ത്രൂ കോഡ് ഈക്വൽ ടു I ഡയമീറ്റർ പ്ലസ് m ഇൻറ്റു കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ? r/2. സോ സ്ക്വയർ ചെയ്താൽ r²/4. സോ ID എത്രയാണ്? mr²/4. mr²/4 പ്ലസ്, ഓക്കെ, സ്മോളർ ക്യാപിറ്റൽ രണ്ടും സെയിം ആട്ടോ ഇവിടെ, mr²/4. സോ 2 into mr²/4, mr²/2. റൈറ്റ്. സോ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, നമ്മളൊരു ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് ചെയ്യാം. ഏതായിരുന്നു? ഇത് ഇന്റഗ്രേഷന് വേണ്ടി വിട്ടത്, നമുക്ക് ചെയ്യാം. എന്താണ് ചോദ്യം?
mass per unit area of a circular disk of radius A depends on the distance R from its center. Okay, surface charge density is changing, right? Area density is changing. A plus B. The moment of inertia of the disk about to the axis perpendicular to the plane passing through its center. Okay, ഇവിടെ ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഡിസ്ക് എന്ന് വിചാരിച്ചോ. ഇതാണ് നമ്മുടെ ഡിസ്ക്. ഓക്കെ, ഏത് ആക്സിസിലാണ് നമ്മൾ കാണുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണേണ്ടത്? is perpendicular to plane and passing through its center of mass. ഇതാണ് നമ്മുടെ ആക്സിസ്. ഈ ആക്സിസിൽ കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ കാണണം. സോ ഞാൻ ചെറിയ എന്ത് ചെയ്യണം, ഒരു ഒരു റിങ് എടുക്കുകയാണ് ഇതില്. അതായത് സപ്പോസ് ഒരു DM തിക്നെസ് ഉള്ള റിങ് എടുക്കാണ്. ഓക്കെ ഓക്കെ, എത്ര തിക്നെസ് ഉള്ളത്? DX തിക്നെസ് ഉള്ളത്. DX തിക്നെസ് ഉള്ള ഒരു റിങ് എടുക്കാണ്. ഓക്കെ, അതും സെന്റർ ഓഫ് മാസ് എത്ര ഡിസ്റ്റൻസ്? X ഡിസ്റ്റൻസിൽ. ഓക്കെ ഓക്കെ, സോ ഈ റിങ്ങിന്റെ എത്രയായിരിക്കും മാസ്? DM വിൽ ബി സിഗ്മ ഇൻറ്റു DA, ഏരിയ ഡെൻസിറ്റി ഇൻറ്റു ഏരിയ. സോ DM ഈക്വൽ ടു സിഗ്മ ഇവിടെ എത്രയായിരിക്കും? ഓക്കെ, സിഗ്മ എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? വാരിയിങ് ആണ്. A+BR. ഇവിടെ X അല്ലേ, സോ A+BX. A+BX ഇൻറ്റു, ഓക്കെ, ഇതിന്റെ ഏരിയ എത്രയായിരിക്കും? DA 2πx/dx ആയിരിക്കത്തില്ലേ? കാരണം ഈ റിം ഞാൻ എന്ത് ചെയ്യാൻ മതി? സ്ട്രൈറ്റൺ ചെയ്താൽ ഇങ്ങനെ കിട്ടത്തില്ലേ? തിക്നെസ് DX, അതിന്റെ പെരിമീറ്റർ ആയിരിക്കത്തില്ല, അതിന്റെ ലെങ്ത് 2πx/dx. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? DM കിട്ടി. ഇനി നമുക്ക് DI എന്താണെന്നറിയാം. DI ഈസ് DM ഇൻറ്റു x², റൈറ്റ്? സോ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടത്തില്ലേ? കിട്ടും. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടാൻ വേണ്ടി I ഈക്വൽ ടു ഇന്റഗ്രൽ DM ന് നമുക്ക് എങ്ങനെ കൊടുക്കാം? A+BX 2πx/dx, റൈറ്റ്? ഇതാണ് എന്ത്? DM ഇൻറ്റു x². ഓക്കെ, ഒന്നുകൂടി ചുരുക്കി എഴുതിയാൽ നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ I ഈക്വൽ ടു കോൺസ്റ്റൻസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. എന്ത് കിട്ടും? 2πa x³ dx പ്ലസ് 2πb x²x⁴ dx. ഇങ്ങനെ കിട്ടും. ഞാൻ എന്ത് ചെയ്തു? ബ്രാക്കറ്റ് എന്ത് ചെയ്തു? രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഈക്വൽ ടു ലിമിറ്റ് എത്രയാണ്? ലിമിറ്റ് ഇവിടെ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? 0 ടു റേഡിയസ് എത്രയാ? റേഡിയസ് എത്ര തന്നിരിക്കുന്നത്? റേഡിയസ് A. സോ A. ഓക്കെ, സോ ലിമിറ്റ് ഈസ് 0 ടു A. സോ ഒന്നുകൂടി സോൾവ് ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടാ. ഇങ്ങനെ എഴുതാം. 2πa കോൺസ്റ്റന്റ് ആണ്. x⁴/4 കോൺസ്റ്റന്റ് അല്ലേ ഇവിടെ വരും. 0 ടു A പ്ലസ് 2πb/5, കാരണം x4dx ഇന്റഗ്രൽ x⁵5/5 ആയിരിക്കും. x⁵5 0 ടു A. ഓക്കെ, സോ ഇനീഷ്യൽ ലിമിറ്റ് 0 തന്നെയാണ്. സോ ഫൈനൽ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി. 2πa/4 ഇൻറ്റു A⁴ പ്ലസ് 2πb/5 ഇൻറ്റു A⁵5. ഓക്കെ, ഇനി നമുക്കിത് രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? 2π ഇൻറ്റു A⁴ രണ്ടിലും കോമൺ അല്ലേ? അതിനെ പുറത്തെടുത്താൽ എന്ത് കിട്ടി? എനിക്ക് എന്ത് കിട്ടി? A/4 പ്ലസ് b/5 ഇൻറ്റു A. സോ ഇതായിരിക്കില്ല കറക്റ്റ് ആൻസർ. ഇത് 2πa⁴ ഇൻറ്റു A/4 പ്ലസ് ba/5. ഓപ്ഷൻ ഉണ്ടോ നോക്കാം. യെസ്, ഓപ്ഷൻ എ അതിനല്ലേ? 2πa⁴ ഇൻറ്റു A/4 പ്ലസ് ab/5. സോ ഓപ്ഷൻ എ ആണ് നമ്മൾ എന്ത് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ,
ഈസി. യെസ്. സോ ബാക്കിയെല്ലാം ചോദ്യം ചെയ്തില്ലേ? I hope you understood. Yes, yes, yes. So I think we covered everything. Rotational motion part 2 നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു എവ്രി വൺ.